ജീവിതത്തിൽ വിജയിക്കാനായി നിങ്ങൾ എന്തു ചെയ്യും? ക്ഷമയോടെ കഷ്ടപ്പെടുമോ? അതോ വേഗം വിജയിക്കാനുള്ള വഴികൾ അന്വേഷിക്കുമോ? ഇതെല്ലാം തീരുമാനിക്കാൻ കേൾക്കൂ ഈ 3 കൂട്ടുകാരുടെ കഥ. ഒരു സുന്ദരമായ ഗ്രാമത്തിൽ 3 നല്ല കൂട്ടുകാരുണ്ടായിരുന്നു: രവി, ദാസൻ, കണ്ണൻ. രവി കഷ്ടപ്പാട് ഇഷ്ടമില്ല, വേഗം പണമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദാസൻ ആഗ്രഹമുണ്ട്, പക്ഷേ ക്ഷമ ഇല്ല. കണ്ണൻ ശക്തമായ പ്രതിജ്ഞയോടെ മുന്നേറുന്നവൻ. ഒരു ദിവസം അവർക്കറിയുന്നു, ഒരു മലയുടെ അടിയിൽ വലിയൊരു നിധി ഉണ്ടത്രേ. പക്ഷേ അത് കിട്ടാൻ നാളുകളോളം കുഴിക്കണം. അവർ കുഴിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യ ദിവസം തന്നെ രവി ഉപേക്ഷിച്ചു. ഇത് എനിക്ക് അല്ല, ഞാൻ ലോട്ടറി അടിച്ചാൽ മതിയല്ലോ, രവി പറഞ്ഞു. ദാസൻ കുറച്ച് ദിവസം കഷ്ടപ്പെട്ടു, പക്ഷേ പെട്ടെന്ന് മോഹം കളഞ്ഞു. ഇത് സമയനഷ്ടം, പണം സമ്പാദിക്കാൻ ചതിക്കാമല്ലോ. പക്ഷേ കണ്ണൻ ഒട്ടും പിൻവാങ്ങിയില്ല. അവൻ വിശ്വാസത്തോടെ തുടർന്നു. നമ്മുടെ പരിശ്രമം ഒരിക്കലും വെറുതെയാകില്ല, കണ്ണൻ ഉറപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ണൻ വലിയൊരു കല്ല് നീക്കി. നിധി കണ്ടെത്തി. രവി ചതിയിൽ മുഴുകി എല്ലാം നഷ്ടപ്പെട്ടു. ദാസൻ ചതിയിലൂടെ സമ്പാദിച്ച പണം നഷ്ടപ്പെട്ട് ഗ്രാമത്തിൽ തള്ളിപ്പറയപ്പെട്ടവനായി. കണ്ണൻ ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും വിജയിച്ചു. കഷ്ടപ്പെട്ടാൽ മാത്രമേ നേട്ടം കിട്ടൂ. എളുപ്പവഴികൾ തേടുന്നവർ അവസാനം നഷ്ടം നേരിടും. ഈ കഥയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഈ കഥ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾക്കായി മോറൽ ടോൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.